ഹായ് ഗൈസ്, ക്ലിയർ 2026 ഗൈഡൻസ് ആൻഡ് സ്റ്റഡി സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലീഗൽ ടോപ്പിക്സ്, നമുക്കറിയാം നമ്മുടെ എൻട്രൻസിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ 42 ചോദ്യങ്ങൾ വരുന്ന ലീഗൽ ടോപ്പിക്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതും അതുപോലെ തന്നെ ലീഗൽ ടോപ്പിക്സിന് ഏതൊക്കെ ഭാഗങ്ങളാണ് ചോദ്യങ്ങൾ വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ലീഗൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഗത്തെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഗത്ത് എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് വരുന്നത്, അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെ പഠിക്കണം, പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒരു മാതൃക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ലീഗൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷാണ്. ജനറൽ ഇംഗ്ലീഷാണ്. ഏകദേശം 36 ചോദ്യങ്ങളാണ് ജനറൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് വരുന്നത്. 36 ചോദ്യങ്ങൾ ഓർത്ത് വെക്കണം. ലീഗൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ജനറൽ ഇംഗ്ലീഷ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ പൊതുവേ കുറേ കുട്ടികൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. ലീഗൽ പഠിക്കും, GK പഠിക്കും, മാത്സ് പഠിക്കും, ഇംഗ്ലീഷ് ഭയങ്കര ടഫാണ്, അത് ലീവ് ചെയ്യുക എന്ന് വിചാരിക്കും. ഒരിക്കലും ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. ബിക്കോസ് 36 ക്വസ്റ്റ്യൻസ് 108 മാർക്ക് അല്ലേ. 108 മാർക്ക് എന്നൊക്കെ പറയുന്നത് വലിയൊരു മാർക്കാണ്. അപ്പോൾ ലീഗലിനോടൊപ്പം തന്നെ ഒരേ സ്ട്രെസ്സിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് എന്ത് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യുക ഒരുപോലെ പറ്റുന്ന ഒന്നല്ല ഇല്ലേ. ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് ഒരിക്കലും ലീവ് ചെയ്ത് കളഞ്ഞേക്കരുത്. ബിക്കോസ് അങ്ങനെ ചെയ്താൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പെട്ടിയിൽ ആണി അടിക്കുന്ന അവസ്ഥയായിരിക്കും. ഓക്കെ, ബിക്കോസ് 108 മാർക്ക്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഗം 36 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. കറക്റ്റ് സ്പെല്ലിംഗ് ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു 4 ഓപ്ഷൻസ് തന്നിട്ട് അതിലെ ചൂസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ് എന്ന് പറയും. അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു 4 ചോദ്യം തന്നെ ചൂസ് ദ ഇൻകറക്റ്റ് സ്പെൽഡ് വേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാറുണ്ട്. തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്ക് കണ്ടുപിടിക്കാനും ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള ഓപ്ഷൻ കണ്ടുപിടിക്കാനും ചോദ്യങ്ങൾ വരും. പിന്നെ ആൻറ്റണിംസ് എന്ന് ചോദ്യം വരും. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ആൻറ്റണിം എന്നല്ലാതെ ചോദ്യം വരുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. ചോദ്യത്തിൻ്റെ മാതൃക ഞാൻ 2025 നമ്മുടെ കേരള ലോ എൻട്രൻസിൻ്റെ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്ത് എടുക്കുന്നത്. അതിൽ നിന്ന് കാണിച്ചു തരാം. പിന്നെ ആൻറ്റണിംസ് ചോദിക്കുന്നുണ്ട്, സിനോണിംസ് എന്ന് ചോദ്യങ്ങൾ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് ചോദ്യം വരുന്നുണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, പിന്നെ പ്രിപ്പോസിഷൻസ് എന്തെങ്കിലും ഇവിടെ ഗ്യാരണ്ടി ആയിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സെൻറ്റൻസ് കൺവേർഷൻ, അതായത് ഡയറക്റ്റ് സ്പീച്ച് തന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കണം, അതുപോലെ ഇൻഡയറക്റ്റ് സ്പീച്ച് തന്ന് ഡയറക്റ്റ് സ്പീച്ച് ആക്കണം, ആക്റ്റീവ് തന്ന് പാസീവ് വോയിസ് ആക്കണം, അങ്ങനെയല്ല. പിന്നെ നോർമൽ സെൻറ്റൻസ് അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റണം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സെൻറ്റൻസ് കറക്ഷൻ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ്, ഒരു സെൻറ്റൻസ് ഒരു 4 മുറിച്ച് തന്നിട്ട് ആ സെൻറ്റൻസ് അറേഞ്ച് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിങ് ചോദ്യങ്ങൾ വരുന്നത്, ആക്റ്റീവ് ആൻഡ് പാസീവ് ക്വസ്റ്റ്യൻ. പിന്നെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഒരു പാസേജ് തന്ന് അത് വായിച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ഭാഗമായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഒന്നൂടെ പറയുകയാണ്, കൃത്യമായിട്ട് പഠിക്കാണ്ട് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരാനും ഏറ്റവും സാധ്യതയുള്ള ഇംഗ്ലീഷ് ഭാഗത്തു നിന്നാണ് ഇല്ലേ. നമ്മൾ ഇത് കേട്ട് പരിചയമുള്ളൂ, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ വെച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം തെറ്റും. കൃത്യമായിട്ട് റൂൾസ് പഠിക്കുക, കൃത്യമായിട്ട് ഇരുന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ അനിയനും അനിയത്തിമാരുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ഇല്ലേ. 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഗ്രാമർ പോർഷന് കൃത്യമായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ ഇരുന്ന് എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. ഓക്കെ, ഗ്രാമർ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, നമുക്കറിയാവുന്ന ഈ പ്രൊഫഷൻ, ലീഗൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ഹൈക്കോടതി, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹയർ ജുഡീഷ്യറിയിലുള്ള ബോഡീസിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒരു വലിയൊരു കാര്യമാണ്. എന്ന് വെച്ച് ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ബിക്കോസ് അങ്ങനെയല്ല, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡീൽ ചെയ്യാനും ഡ്രാഫ്റ്റ് ചെയ്യാനും ഹിയറിംഗ് എടുക്കാനുമുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ലോ കോളേജിൽ 5 വർഷം 3 വർഷം പഠിക്കുമ്പോഴൊക്കെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി തരുന്നുണ്ട്. നമ്മൾ ഓപ്റ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് 2025 കേരള ലോ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനത്തെ തരം ചോദ്യങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഗത്തുള്ളത് എന്നുള്ളത്.
നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് തന്നെ 4 പാർട്ടായിട്ട് മുറിച്ചിട്ട് എന്ത് ചെയ്യും, അത് അറേഞ്ച് ചെയ്യാൻ പറയുന്ന ചോദ്യമാണ്. അത് കൃത്യമായിട്ട് നമുക്കൊരു ഗ്രാമറിനെ പറ്റി ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാം. റീഅറേഞ്ച് ദ പാർട്സ് ടു ഫോം എ മീനിങ് ഫുൾ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിനെ 4 പാർട്ടായിട്ട് ഇന്ന് മുറിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ അറേഞ്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിന് മുന്നിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർഡറിൽ എന്ത് ചെയ്യണം, ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. അതാണ് ഒരു തരം ചോദ്യം. അത് നമ്മൾ സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ വരുന്നത് പ്രിപ്പോസിഷൻ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്. ഫൈൻഡ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. റൂൾസ് പഠിക്കുക, പ്രിപ്പോസിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി അടുത്തത് ഇത് എ സെൻറ്റൻസ് ഈസ് ഡിവൈഡ് ഇൻറ്റു 3 പാർട്സ്. ചൂസ് ദ ഇൻകറക്റ്റ് പാർട്ട് ഇൻ ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുണ്ട്. അതിലെ ഇൻകറക്റ്റ് പാർട്ട്, ചൂസ് ദ ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഏതാണെന്ന് സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത്. അത് മിക്കതും ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് കണ്ട, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെൻറ്റൻസ് തന്നെ 4 മുറിച്ച് കൊടുത്തിരിക്കുക. 4 മുറിച്ച് അതിലെ ഇൻകറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടക്ട് സ്പേസ് റിസർച്ച്, ഇതാണ് ഇൻകറക്റ്റ് പാർട്ട്, അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കണ്ട, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ അടുത്തത് ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻറ്റു ആൻ ഇൻട്രോഗേറ്റീവ്. സെൻറ്റൻസ് കൺവേർഷൻ ഞാൻ പറഞ്ഞു. ഒരു സെൻറ്റൻസ് എന്നാൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറ്റണം, ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസ് ആക്കി മാറ്റാനുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത നമുക്ക് നോക്കാം. ചൂസ് ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നുള്ള എക്സാൾട്ടിനോട് നിയറസ്റ്റ് മീനിങ് ഉള്ള വാക്ക് ഈ ഓപ്ഷനിൽ കിടപ്പുണ്ട്. അത് കണ്ടുപിടിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത്, ഇത് സിനണിംസ് ആണിത്. സിനണിംസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് സിനണിംസ് നേരിട്ടല്ല ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നത്. ചൂസ് ദ വേർഡ് നിയറസ്റ്റ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനണിംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാൾട്ടിൻ്റെ സിനണിം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിലെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 3 കറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം തെറ്റായ വേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അത് അടുത്ത തരം ചോദ്യം. പിന്നെ എന്താണിത്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, ഇഡിയംസ് നേരിട്ടാണ് ചോദിക്കുന്നത്. ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇതിൻ്റെ എന്താ പറയുക, ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഈ ക്യാപിറ്റൽസ് തന്നിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസിൻ്റെ എന്ത് ചെയ്യുക, മീനിങ് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അത് ഒരു തരം ചോദ്യങ്ങൾ. പിന്നെ എന്താണ് ഫില്ല് ദ ബ്ലാങ്ക്സ്. ഓക്കെ, ഫില്ല് ദ ബ്ലാങ്ക്സ് അത് നോർമൽ ഗ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിലും അതുപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗങ്ങളാണ് ഈ ഫില്ല് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നിയറസ്റ്റ് ടു ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ഈ ക്യാപിറ്റൽസിൽ തന്നിട്ടുള്ള ഈ കോഗ്നിസെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്. അപ്പോൾ അത് എന്താ ചോദിക്കുക, അത് ആൻറ്റണിംസ് ആണ് ചോദിക്കുന്നത്. ആൻറ്റണിമാണ് ചോദിക്കുന്നത്. കണ്ട എങ്ങനെ ചോദിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ. പിന്നെ കഴിഞ്ഞ വർഷം 3 ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്റ്റീവ് പാസീവ് ചോദിക്കുന്നുണ്ട്. പിന്നെ പോയ വർഷങ്ങളിലൊക്കെ ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. കണ്ട, കറക്റ്റ് സ്പെല്ലിങ്, ആൻറ്റണിംസ്, സിനോണിംസ്, ഇഡിയംസ് ഓഫ് ഫ്രേസസ്, ഫില്ല് ദ ബ്ലാങ്ക്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, പ്രിപ്പോസിഷൻസ്, സെൻറ്റൻസ് കൺവേർഷൻ, സെൻറ്റൻസ് കറക്ഷൻ, സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ്, കോംപ്രിഹെൻഷൻ ചോദ്യം കഴിഞ്ഞ വർഷത്തെ പേപ്പറിലില്ല, ബട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, കുറച്ച് പ്രീവിയസ് ഇയർ പേപ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. പ്രീവിയസ് ഇയർ പേപ്പേഴ്സൊക്കെ ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അർജൻറ്റ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കയറാൻ സാധിച്ചില്ല, ഞാൻ എപ്പോൾ എല്ലാം ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്, അതിലും ജോയിൻ ചെയ്തിടുക. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അരക്കി കലിച്ച് കുടിക്കുക എന്നുള്ള ധാരണ വേണ്ട. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് നല്ല സ്ട്രോങ് ആയിരിക്കും, അവിടെ ലാംഗ്വേജ് നല്ല പറഞ്ഞു, അവർക്ക് എന്ത് ചെയ്യുക, അവർക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ പരീക്ഷ. കാരണം ലീഗല് അത്യാവശ്യം എല്ലാവരും നന്നായി പഠിക്കും. പിന്നെ വരുന്ന ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമ്മൾ നല്ലോണം പെർഫോം ചെയ്യും, എന്നാലും നമുക്ക് ആ ടോപ്പ് വെച്ചാൽ ആ ടോപ്പ് ഗവൺമെൻറ് കോളേജിലേക്ക് നമുക്ക് എന്തെങ്കിലും അഡ്മിഷൻ നമുക്ക് കിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഒരു കാരണവശാലും നിങ്ങളത് വിട്ട് കളഞ്ഞേക്കരുത്, കോമിറ്റ് ചെയ്തേക്കരുത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒറ്റയ്ക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ ടേക്ക് അപ്രോപ്രിയേറ്റ് ഗൈഡൻസ്, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എടുത്തു പോകും.
ഓക്കെ, അതിപ്പോൾ ഏത് കോച്ചിങ് ആണോ എന്താണുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എടുത്തു പോവുക നിങ്ങൾ. പിന്നെന്താ, ഒരു അടുത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി വായിക്കുക. അത് ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, അതൊക്കെ നിങ്ങൾ വായിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് പേപ്പറിലായിട്ടോ ഓൺലൈനായിട്ടോ എങ്ങനെ ആയാലും നല്ല ആർട്ടിക്കിൾസ് വായിക്കും, നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വാക്കുകൾ കിട്ടും. ഓക്കെ, ആ വാക്കുകളൊക്കെ ഡിക്ഷണറി മറിച്ച് അതിൻ്റെ ഡിക്ഷണറി ഇപ്പോൾ ഡിക്ഷണറിയുടെ ആവശ്യം കൂടിയില്ല. ഇപ്പോൾ ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വാക്കിൻ്റെ അർത്ഥം അപ്പപ്പാനെ കിട്ടും. ഓക്കെ, ഗൂഗിളിൽ തന്നെ ഈ ഡിക്ഷണറി കിട്ടും, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി കിട്ടും. ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്, നമ്മൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഡെയിലി നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് വായിക്കുക, നല്ല നല്ല വേർഡ്സ്, ആ വേർഡ്സ് എഴുതിയെടുക്കുക, അതിൻ്റെ അർത്ഥം എഴുതി പഠിക്കുക. ഓക്കെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇനിയും എൻട്രൻസ് കഴിയുന്നവരെയല്ല, ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന കാലത്തോളം റീഡിങ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, റീഡിംഗ് എന്ന് പറയുന്നത് വലിയ ഫാക്ടറാണ്. പിന്നെന്താ, ഡെയിലി ഡിക്ഷണറിയിൽ നിന്ന് ഒരു 10 പുതിയ ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾ പഠിക്കുക. ഈ ഒരു എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്യാം, കറക്റ്റ് സ്പെല്ലിംഗ് പഠിക്കാം, ആൻറ്റണിംസ് സിനോണിംസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വേർഡ് എടുക്കുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കുക, അതിൻ്റെ സ്പെല്ലിംഗ് എഴുതി പഠിക്കുക. ഓക്കെ, എഴുതി നോക്കുക. ഒരു 10 വേർഡ്സ് അങ്ങനെ ഡെയിലി പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 ഞാൻ മിനിമം പറഞ്ഞത്, എക്സാം ആകുമ്പോഴേക്കും എന്തോരം വേർഡ്സ് നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഡിക്ഷണറി മറിക്കുക, കൺഫ്യൂഷനുള്ള സ്പെല്ലിങ്ങുള്ള വാക്കുകൾ എഴുതിയെടുക്കുക, ഒപ്പം അതിൻ്റെ അർത്ഥവും പഠിച്ചു. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ പിന്നെ ഒരു ഡെയിലി ഒരു 10 ആൻറ്റണിംസ്, 10 സിനോണിംസും ഇഡിയംസ് ആൻഡ് ഫ്രേസും കാര്യങ്ങളൊക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, എക്സാമിൻ്റെ ഒരാഴ്ച ഇരുന്നിട്ട് ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യുക, 100 മറ്റേ ആൻറ്റോണിയം സിനോണിയം എന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളായ കാര്യമല്ല. ആൻറ്റോണിയം സിനോണിംസ് എത്ര എണ്ണം ഉണ്ട്, ന്യൂമറസ് ആണ് ഇല്ലേ, ഇഷ്ടം പോലെയുണ്ട്. അപ്പം നിങ്ങൾ ഡെയിലി ഒരു 10 എണ്ണം മിനിമം, ഞാൻ പറയുന്നത് 10 എണ്ണം വെച്ച് നിങ്ങൾ അങ്ങനെ പഠിച്ചു പോകും. പിന്നെ എന്താ, ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് വായിക്കുക. ആർട്ടിക്കിൾ വായന, ഇംഗ്ലീഷ് ബുക്സോ എന്ത് രീതി വായിക്കും, നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ ഷോ പേഷ്യൻസ്, ക്ഷമയോടെ പഠിക്കുക. ഇംഗ്ലീഷ് എന്നുള്ളത് പെട്ടെന്ന് ചിലപ്പോൾ ചിലവർക്ക് അങ്ങോട്ട് വരുതിയിൽ വരുന്ന ഒന്നല്ല. ലാംഗ്വേജ് കപ്പാസിറ്റി എല്ലാവർക്കും ഒരുപോലെയല്ല. ഇംഗ്ലീഷ് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് വരണം എന്നില്ല. ലോ പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റൊരു പഠിക്കുന്ന പോലെയോ അത്ര ഇതായിരിക്കില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ക്ഷമയോടെ പഠിക്കുക. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഞാൻ നിർത്താൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ദർ ഇസ് നോ യൂസ് ഓഫ് ദാറ്റ്. ഫൈറ്റ് അണ്ടിൽ യു വിൻ, അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. ക്ഷമയോടെ ഇരുന്ന് പേഷ്യൻസ് കാണിച്ച് നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് വർഷത്തെ പേപ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഇരുന്ന് നിങ്ങൾ അതിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പറയുക, ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സാധനം പ്രിപ്പോസിഷൻ നിങ്ങൾ പഠിക്കുന്നു, ആദ്യം തന്നെ റൂൾസ് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. റൂൾസ് തറവാക്കുക. റൂൾസ് പഠിച്ചാൽ മാത്രം പോരാ. റൂൾസ് പഠിക്കുന്നതിനൊപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിറയെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ അതാണ് നിങ്ങൾ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ കീ ആയിട്ടുള്ള. റൂൾസ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റൂൾസ് പഠിക്കുക, ക്വസ്റ്റ്യൻ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ധാരാളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലാണ് ഞാൻ കവറപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ GKയും കറണ്ട് അഫയേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോയും അതുപോലെ തന്നെ മാത്സിൻ്റെ ഡീറ്റെയിൽ സിലബസ് വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റ് കുറച്ച് കണ്ടൻറ്റുകളൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷാണ്, ക്ഷമയോടെ പഠിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഒരു കാരണവശാലും വിട്ട് കളഞ്ഞേക്കരുത്. സെക്കൻഡ് ഗ്രേറ്റർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്, അത്രയും സീരിയസ്നെസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആ 108 മാർക്കിലെ ഒരു 90 മാർക്കെങ്കിലും, ഒരു 80-90 മാർക്കെങ്കിലും പോക്കറ്റിൽ എത്തിക്കണം. 100 മാർക്ക് നിങ്ങൾ എയിം ചെയ്യും, 100 മാർക്ക് എയിം ചെയ്താലാണ് നിങ്ങൾ 90 കിട്ടുള്ളൂ. മാക്സിമം എയിം ചെയ്ത് മാക്സിമം പോക്കറ്റിലാക്കുക. ലീഗൽ അത്യാവശ്യം നല്ല സ്കോർ വന്നാൽ, ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല സ്കോർ വന്നു കഴിഞ്ഞാൽ യു ആർ ഇൻ അഡ്വാൻറ്റേജസ് പൊസിഷൻ. ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിലേക്ക് നമ്മൾ എത്തി. പിന്നെ നമുക്ക് GKയും കറണ്ട് അഫയേഴ്സും മാത്സ് ഒക്കെ നമുക്കിത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്ക് കിട്ടി നമുക്ക് നല്ലൊരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഞാനൊരു വീഡിയോ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കണ്ടൻറ്റ് ഹെൽപ്ഫുൾ ആണ്, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കണ്ടൻറ്റ്സ് ആക്കി വരുന്നുണ്ട്. ടിൽ ദെൻ താങ്ക് യു.